പാടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുകയാണ്, ഇന്ന് നിങ്ങളൊന്ന് വിഷമിച്ചു ദുഃഖിച്ചുകൊണ്ട് ഒരാൾ കരഞ്ഞു പോയാൽ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ചോദിച്ചല്ലയോ ആയിഷ, നീ നരകത്തെ ഓർത്തുകൊണ്ട് നീ കരഞ്ഞു പോയെങ്കിൽ ആയിഷ, നരകത്തിന്റെ അവസ്ഥ എത്രയോ വലുതാണെന്ന് പറയുമ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിക്കുകയാണ് അള്ളാഹുവിന്റെ റസൂലിനോട്. മദീന പള്ളിയിൽ നിന്ന് റസൂലുള്ളാഹി മടങ്ങി തന്റെ വീട്ടിലോട്ട് കടന്നു വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ആയിഷ റളിയല്ലാഹു തആല അൻഹ എന്ന ഭാര്യ ഇല്ലാതെ കരഞ്ഞ് തളർന്നിരിക്കുന്ന സന്ദർഭത്തിലാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ടവളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർത്തുള്ളികളെ ചാലിട്ട് കവിൾത്തടത്തിലൂടെ ഒഴുകുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ആയിഷ എന്താണ് കരയാനുണ്ടായ കാരണമെന്ന് ചോദിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, നബിയേ ذكرت النار فبكيت يا رسول الله. നരകത്തെ ഞാൻ ഓർത്തപ്പോൾ അറിയാതെ എന്റെ നയനങ്ങളെ സതിലങ്ങളായതാണ്, അറിയാതെ ഞാൻ കരഞ്ഞു പോയതാണ് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ കവിൾത്തടത്തിൽ നിന്ന് കണ്ണുനീർത്തുള്ളികൾ തുടച്ചു കൊടുക്കുകയാ. വിസാലത്തിന്റെ വിരൽ കൊണ്ട് റസൂലുള്ള തുടച്ചു മാറ്റി കൊടുക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു തആല ചോദിക്കുകയാണ്, ഓ നബിയേ, നാളെ പരലോകത്ത് അങ്ങയുടെ കുടുംബത്തെ ഓർക്കുമോ നബിയേ? നാളെ പരലോകത്ത് അങ്ങയുടെ കുടുംബത്തെ ഓർക്കുമോ? അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകനാ ചോദിക്കുന്നത്. പ്രവാചകനോട് ചോദിക്കുകയാണ്, എന്റെ പ്രിയപ്പെട്ടവള്, എന്റെ സഹോദരിമാരെ, മഹ്ശറയെ പറ്റിയിട്ട് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്, നരകത്തെ പറ്റിയിട്ട് ഒരുപാട് പഠിച്ചിട്ടുണ്ട്, സ്വർഗത്തെ പറ്റിയിട്ട് ഒരുപാട് വായിച്ചിട്ടുണ്ട്. എന്റെ സഹോദരിമാരോട് സഹോദരങ്ങളോട് പറയുകയാണ്, അള്ളാഹുവിന്റെ റസൂലിനോട് പ്രിയപ്പെട്ട ഭാര്യ ചോദിക്കുകയാണ്, ആയിഷ റളിയല്ലാഹു തആല അൻഹ അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകരെ നാളെ പരലോകത്ത് വരുമ്പോൾ അങ്ങയുടെ കുടുംബത്തെ ഓർക്കുമോ എന്ന് ചോദിക്കുമ്പോൾ, അങ്ങയുടെ കുടുംബത്തെ അങ്ങ് ഓർക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആയിഷ മൂന്ന് സന്ദർഭങ്ങളിൽ ആരും നാളെ പരലോകത്ത് എത്ര സ്നേഹമുള്ളവരായിരുന്നാലും ഓർക്കില്ല മോളെ. ഇന്ന് ഭാര്യ കരയുമ്പോൾ കണ്ണീരൊപ്പാന ഭർത്താവുണ്ട്. ഇന്ന് പ്രിയപ്പെട്ട ഭർത്താവിനെന്ന് വിഷമം വന്ന് കരഞ്ഞു പോയാൽ ആ ഭർത്താവിന്റെ കണ്ണീരൊപ്പ ഇന്ന് ഭാര്യമാരുണ്ടല്ലോ, പൊന്നുമക്കളെന്ന് കരഞ്ഞു പോയാ ആ പൊന്നുമക്കളെ കണ്ണീരപ്പാനെന്ന് മാതാപിതാക്കളുണ്ട്. മാതാപിതാക്കളെ കരഞ്ഞു പോയാലെ കണ്ണീര് തുടച്ചു കൊടുക്കാ ഇന്ന് മക്കളുണ്ടല്ലോ. പക്ഷേ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ ഒരു ചാൻ മുകളിൽ കപ്പിച്ചൊലിച്ചിരിക്കുന്ന അരുണന്റെ കിരണമേറ്റുകൊണ്ട് ചെമ്പട്ടറ താപം കൊണ്ട് വിറയ്ക്കുമ്പോൾ ഓരോരുത്തരും സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി നെട്ടോട്ടമോടുമ്പോൾ ആരൊക്കെയാ നെട്ടോട്ടമോടുക? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അധർമ്മത്തിൽ നിന്ന് ധർമ്മത്തിലേക്ക്, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക്, അനീതിയിൽ നിന്ന് നീതിയിലേക്ക് കൈപിടിച്ചു വരച്ച കടന്നു വന്ന 1.25 ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാര്, ആ പ്രവാചകന്മാര് പോലെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി നെട്ടോട്ടമോടുകയാ. പിന്നെയാണോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ എന്റെയും നിങ്ങളുടെയും അവസ്ഥ? ഓരോ പ്രവാചകന്മാര് സുരക്ഷയ്ക്ക് വേണ്ടി നെട്ടോട്ടമോടുമ്പോ അതിന് തൊട്ടെണ്ണിയിട്ട് ഈസനബി വരെയില്ല 1.25 ലക്ഷത്തോളം വരുന്ന പുണ്യപ്രവാചകന്മാര് അവരുടെ ഗതി എന്താകുമെന്ന് അറിയാതെ നെട്ടോട്ടമോടുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങള്, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ എവിടെയാണ് ഇടപെടുന്നത്? ഇന്ന് മഹ്ശറയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് വലിയൊരു സമ്മേളനമാണ്, വലിയൊരു സംഗമമാണ്. എല്ലാവരും ഒരുമിച്ച് കൂടുകയാ. ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്, പിറന്നരെങ്ങനാണ് അതുപോലെയാണ് നാളെ നിൽക്കുക, പിറന്നരെങ്ങനാണ് പോലെയാണ് നാളെ നമ്മൾ മഹ്ശറയിൽ വരിക. ഒരു നൂലുബന്ധം പോലും ഇല്ലല്ലോ. ആയിഷ റളിയല്ലാഹു തആല ചോദിക്കുകയാണ്, ഓ പ്രവാചകരെ, ആ മൂലബന്ധം പോലും ഇല്ലാതെ എല്ലാവരും മഹ്ശറയിൽ കടന്നു വരുമ്പോ പരസ്പരം ഔറത്ത് കാണില്ല നബിയേ, പരസ്പരം ഔറത്ത് കാണില്ലേ എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ആയിഷ അവിടെ ഔറത്തിലേക്ക് നോക്കാൻ അവർക്ക് സമയമില്ല, അവര് വല്ലാത്ത ഭീകരഭീതിയിലാണ്, വല്ലാത്ത ഭീകരമായ അവസ്ഥയിലാണ് എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മഹ്ശറയുണ്ടല്ലോ. ആ മഹ്ശറയിൽ എല്ലാവരും എത്തപ്പെടുകയാ. ലോകത്തിന്റെ 7 കോണിൽ അടക്കപ്പെട്ടവരായിരുന്നാൽ എവിടെ
എവിടെ അടക്കം ചെയ്യപ്പെട്ടവരായിരുന്നാലും മഹ്ശറയിൽ അല്ലാഹുവിന്റെ മഹ്ശറ എന്ന വനസഭയിലേക്ക് കടന്നു വരികയാണ്. എല്ലാവരും അല്ലാഹുവിന്റെ മഹ്ശറയിലോട്ട് കടന്നു വരികയാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, യൗമ യുൻഫഖു ഫിസ്സൂരി ഫതഅതൂന അഫ്വാജാ. നാളെ എല്ലാവരും സംഘമായിട്ട് അല്ലാഹുവിന്റെ കോടതിയിലേക്ക് ഒരുമിച്ച് കൂടുന്ന മഹ്ശറയുണ്ടല്ലോ, ആ മഹ്ശറയിൽ എല്ലാവരും എത്തപ്പെട്ടെന്ന് മനസ്സിലാക്കിയ എന്റെ പ്രിയമുള്ളവരെ,